ഇതൊക്കെ ഒരു നിമിത്തമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില നല്ല സന്ദർഭങ്ങളിൽ നമുക്ക് ചെയ്യാനേ സാധിക്കും, നമ്മൾ ചെയ്യും, അത്രയാണ്. നമ്മൾ ചെയ്യാതിരിക്കുന്നത് തെറ്റാണ്, അത്രയേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ ഏതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, ആ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഏതിനും കൂടുതൽ അടുക്കാറുള്ളത്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു നിർമ്മാതാവ് ആദ്യം തന്നെ ആരംഭിച്ചു, മോഹൻലാലിൻ്റെ അണ്ണൻ. പിന്നെ ഈ നമ്മുടെ ആൻ്റണി പെരുമ്പാവൂർ, അദ്ദേഹം ആദ്യം എന്നോട് ഈ സംസാരിച്ചപ്പോൾ എനിക്ക് നല്ല ഒരു അഭിപ്രായം തോന്നി ഈ സിനിമയെ പറ്റി. പക്ഷെ അന്നേരം താൽക്കാലികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ അതിന് തയ്യാറായില്ല. പിന്നെ രണ്ടാമത് അത് അവസാന ഘട്ടത്തിലാണ് അതിനെപ്പറ്റി മനസ്സിലാക്കാനും കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതിലിടക്കാണ് പിന്നെ ചില പ്രശ്നങ്ങൾ തമ്മിൽ വന്നുകൊണ്ട് ഞാൻ ഇടപെട്ട് കാര്യങ്ങൾ കാരണം ഇത് നഷ്ടപ്പെടാൻ പാടില്ല. കാരണം നമ്മളെ ഏറ്റവും മലയാളത്തിൽ നിന്നൊരു സിനിമാ ലോകത്തിന് ഏറ്റവും വലിയൊരു ഗിഫ്റ്റായിട്ടാണ് ഞാൻ ഇത് കാണുന്നത്. അത്രയും നല്ല ഒരു പടമായിട്ട് ഇത് മാറും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ കണ്ട ഭാഗങ്ങളിലൊക്കെ എനിക്ക് മനസ്സിലായത് ഇന്ന് ഒരു മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ ഇനി ആർക്കും എടുക്കാൻ പറ്റുകയില്ല എന്നുള്ള തോന്നലുണ്ട്. അത്തരം രീതിയിലുള്ള ഒരു സിനിമയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് തീർച്ചയായും ഈ സിനിമ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നുള്ള ഘട്ടത്തിലാണോ താങ്കൾ ഇതിന്റെ ഒരു നിർമ്മാണ പങ്കാളിയായിട്ട് മുന്നോട്ട് വന്നത്? താങ്കൾ തന്നെ അത് അറിയിക്കുകയായിരുന്നോ? അല്ല, പ്രതിസന്ധി എന്നാൽ ഇത്രയും നല്ല ഒരു സിനിമ അത് നമുക്ക് നഷ്ടപ്പെടുക എന്ന് പറയുന്ന വലിയ കാര്യം, അത് ഒരു നഷ്ടം തന്നെയാണ്. നമ്മുടെ കേരള സംസ്കാരത്തിന് തെറ്റാണ്, കേരളത്തിൻ്റെ ഒരു അന്തസ്സിനെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് കാരണം ഇത്രയും നല്ലൊരു സിനിമ ബാക്കിൽ, കാരണം ജീവിതത്തിൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാത്ത ഏറ്റവും കൂടുതൽ ബുദ്ധി ഉപയോഗിച്ച് ഏറ്റവും ബ്രില്യൻ്റായ രീതിയിലാണ് ആ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് മോഹൻലാലിൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല അഭിനയ രീതി കാഴ്ചവെച്ച ഒരു പടമാണ് ഇത്. ഇങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓരോ സീനുകൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാമല്ലോ. പിന്നെ ഒരു നല്ലൊരു സന്ദേശം ലോകത്തിന് നൽകുന്ന ഒരു പടമാണ്. പിന്നെ എല്ലാം കണ്ടിരിക്കാൻ 2.5 മണിക്കൂർ 3 മണിക്കൂർ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത് രംഗത്ത് വന്നില്ലെങ്കിൽ അതൊരു രാജ്യത്തിന് പറ്റിയൊരു നഷ്ടമായിരിക്കും, സിനിമാ ലോകത്തിന് നഷ്ടമായിരിക്കും എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടി കാര്യങ്ങൾ ഈ കാര്യത്തിൽ ചെയ്തിട്ടുള്ളത്.